സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. പൗലോസ് അപ്പോസ്തലനും മറ്റ് പ്രവാചകന്മാരും യേശുവായുടെ ശിഷ്യന്മാരും ഒക്കെ പറഞ്ഞ സകലതും നിവൃത്തിയാകുന്നു. സഭകളിൽ അനേക വെളിച്ചദൂതന്മാർ പിശാചിൻ്റെ വേഷം കെട്ടി അനേക വെളിച്ച ദൂതന്മാർ വചനങ്ങൾ സംസാരിച്ച് ഈ ലോകത്തിൻ്റെ ജ്ഞാനം വെച്ച് ഈ ലോകത്തിൻ്റെ അറിവും പഠിപ്പും ജ്ഞാനങ്ങളും ഉപയോഗിച്ച് ദൈവവചനത്തെ കോട്ടിക്കളയുന്നു. ആരെ വിഴുങ്ങണം എന്ന് വിചാരിച്ച് ഈ അന്ത്യകാലത്ത് പിശാച് അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ രാജ്യം ഇരുട്ടാണ്. ആ രാജ്യത്തിലേക്ക് അനേകരെ കൊണ്ടുപോകാൻ, അവൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ അവൻ ഒരുങ്ങുന്നു. അവൻ കള്ളനാണ്, അവൻ പോഷ്ക് പറയുന്നവനാണ്. അവൻ്റെ രാജ്യം ഐഹികമല്ല. അവൻ എല്ലാവരെയും തെറ്റിച്ച് കളയുന്നു. ഇത് മനസ്സിലാക്കി മുൻപോട്ട് പോകണമെങ്കിൽ ദൈവാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണം, സത്യം പ്രവർത്തിക്കണം. ദൈവം വെളിച്ചമാണ്, ദൈവം സത്യമാണ്, ആത്മാവാണ്. മറിഞ്ഞിരിക്കുന്ന ദൈവത്തെ അറിയണമെങ്കിൽ വചനങ്ങൾ വായിച്ച് അതിൽ സത്യം മനസ്സിലാക്കുക. ദൈവത്തെയാണ് അറിയണമെന്ന് താല്പര്യമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോവുക തന്നെ വേണം. ഇസ്രായേലിൽ നിന്നും വന്നെത്തിയ വചനങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആദിമകാലത്ത് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ എഴുതിയിരിക്കുന്ന വചനമാണ്. ആ വചനം വിശ്വസിച്ച് അതിൽ കിടക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്നവർ നിത്യജീവനെ പ്രാപിക്കും. ആത്മാവിനെ കളയാതെ നിത്യജീവനെ പ്രാപിക്കണം. അതാണ് ഓരോ മനുഷ്യൻ്റെ ലക്ഷ്യം. ഈ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തു നിന്നും, ഈ ഇരുട്ടിൻ്റെ ലോകത്തു നിന്നും എന്നേക്കും ഒരു മോചനം പ്രാപിക്കുവാൻ എല്ലാവരും മാനസാന്തരപ്പെടുക. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം പോഷന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോകത്തിൻ്റെ ജ്ഞാനമോ പോഷത്വമാക്കി. ദൈവം ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനം അത് സത്യമാണ്. ആ ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കാൻ ദൈവവചനത്തിൽ വിശ്വസിക്കുക. വചനം സകലതും നിവൃത്തിയാകാൻ പോകുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവാത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കും. ഹൃദയത്തിൽ എന്ത് ചെയ്യണമെന്ന് ദൈവാത്മാവ് തോന്നിച്ചു തരും. സത്യത്തിൽ നടന്നില്ലെങ്കിലേ അത് അറിയുവാൻ കഴിയുള്ളൂ. ഞാൻ 6-7 കൊല്ലമായി ദൈവരാജ്യം പഠിക്കുന്നു. അനേക വീഡിയോകൾ കാണുന്നു. പക്ഷെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ പലരെയും തെറ്റിച്ച് കളയുന്നു. പുതിയ പുതിയ സഭകൾ സ്ഥാപിച്ച് പുതിയ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരാണെന്നും പറഞ്ഞ് പലരെയും തെറ്റിച്ച് കളയുന്നു. ആഭരണമിട്ടും ആഭരണമിടാതെയും പലരെ സ്നാനപ്പെടുത്തിയും സ്നാനപ്പെടുത്താതെയും കുട്ടികളെ സ്നാനപ്പെടുത്തിയും മുതിർന്നവരെ സ്നാനപ്പെടുത്തിയും പല രീതിയിലും വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി പിശാച് തന്ത്രപൂർവം മനുഷ്യനെ തെറ്റിച്ച് കളയുന്നു. ജ്ഞാനം പ്രാപിക്കൂ, ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കൂ. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കൂ. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്.